വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ 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 ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി ജന്മം പുനർജന്മം നീ എന്നും രാത്രിയായ ചെക്ക തുടങ്ങും ഒച്ചപ്പാടുണ്ടാക്കാൻ പഠിക്കാനും സമ്മതിക്കൂല നട്ടപ്പാതിരിക്ക് വെക്കാൻ കണ്ടൊരു പാട്ട് ഈ പാട്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ് താത്ത ഇനി ഈ പാട്ട് ഇവിടെ വെച്ചാ ഇനി എന്നും ശിവരാത്രിയല്ല കാളരാത്രി ആയിരിക്കും നിനക്ക് ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് സിനിമ പിടിക്കാൻ തോന്നി താത്ത നീ കിനാവ് കണ്ടിരുന്നോ നിന്റെ പടത്തിന് കാശ് മുടക്കാൻ ആര് വരുന്നാ ഞാൻ ഉപ്പാനോട് ചോദിക്കും എങ്ങനെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കി തരാൻ പറയും ഉപ്പാന്റെ അടുത്ത് എവിടുന്നാടാ കാശ് രണ്ടറ്റം മുട്ടിക്കാൻ ഉപ്പ പെടുന്ന പാട് ഉപ്പാക്കേ അറിയുള്ളൂ ഉപ്പ തന്നില്ലെങ്കിൽ ഞാൻ നേരെ പോയി മാവോയിസ്റ്റ് ആവും ഈ ഡയലോഗ് ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ പണ്ട് ഏതോ ഒരു പടത്തില് ടൂറ് പോവാൻ കാശ് ചോദിച്ചു അച്ഛൻ തന്നില്ല ഞാൻ നേരെ പോയി നെക്സലൈറ്റ് ആയെന്ന് പടം പിടിക്കാൻ പറ്റിയ ടൈം ഇപ്പഴാ പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ റബലാവും നോക്കിക്കോ ഓ പിന്നെ നേരെ നിൽക്കാനുള്ള ഉശിരില്ല പിന്നെ റബലാകുന്നത് നടക്കാത്ത കിനാവും കണ്ടിരിക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങടാ പ്രേമം പുതു പ്രേമം നീ എന്നും മണവാട്ടി ബാലേട്ടൻ്റെ 50 മീന ടീച്ചർ 50 ദുബായിക്കാരന്റെ ഭാര്യ 60. അല്ല നിങ്ങൾ കണക്ക് കൂട്ടി കുത്തിരിക്കാ ഈ അടുക്കളന്റെ വാലടച്ചു അടച്ച് നീ ഒന്നും കൂടി പോയി തുറന്നടയ്ക്കണോ ഒന്നും കൂടി പോയി ഉറപ്പാക്ക് പത്തുവോ എന്നാ ഒരു കാര്യം ചെയ്യും ഒന്നും കൂടി പോയി മലക്ക തുറന്ന് അടച്ചിട്ട് വരാം ഈ മനുഷ്യനെ കൊണ്ട് പത്തുവോ കള്ളന്മാര് വരൂ അതുകൊണ്ട് പറയാ ഞമ്മള് കള്ളന്മാർ നിങ്ങളോട് പറഞ്ഞിനോ ഇവിടെ വരുന്നേ നിങ്ങളൊന്ന് പോയായിരുന്നേ നാട്ടില് പലോടത്തും കള്ളന്മാര് കേറിക്കണ പത്തുവോ ഓർക്ക് ഇവിടെ വന്നാൽ എന്താ പിന്നെ ഓലിവിടെ വന്നാൽ അലമാറയിൽ നിറച്ച് പൊന്നും പണ്ടോ വെച്ചിട്ടല്ലേ ഓൾക്ക് എടുത്തുണ്ടോയെ ഓല് പൊരയില് കേറിന്റെ ഓല കയ്യില്ലല്ലോ ഇവിടെ വെച്ചിട്ട് പോവും ഞമ്മൾ അവസ്ഥ കണ്ടിട്ട് ഓൾക്ക് നിലോളി വരും അന്നത്തെ അരിയും പച്ചക്കറിയും മേടിക്കാനുള്ള കയ്യേ ഞമ്മളെ കയ്യിലുള്ളൂ വലിയ കൊമ്പത്തെ രാജകുമാരനാണെന്ന് പറഞ്ഞിട്ടൊന്നല്ലോ അന്ന് ഞമ്മള് കെട്ടിയേ എപ്പ നോക്കിയാലും കായില്ല എന്ന് പറഞ്ഞ് ഞമ്മളെ മക്കാറാക്കലല്ല കാര്യം ചെയ്യട്ടെ ഇവിടെ പൂത്ത കായുണ്ട് എന്ന് ഞാൻ പറയാ ഓ ഇയൊന്ന് മെല്ലെ പറ പുറത്താരം കേട്ട കള്ളന്മാര് മുഴുവൻ ഇങ്ങോട്ട് പോരൂ കള്ളന്മാര് വന്നോട്ടെ വന്നിട്ട് ഞമ്മക്ക് എന്തെങ്കിലും തന്നിട്ട് പൊയ്ക്കോട്ടെ അതിനെ ഇങ്ങോട്ടോക്കി ഈ കള്ളന്മാര് വന്ന് പറയുന്ന എന്നെ ഒരു അന്തസ്സ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ കള്ളന്മാർ ഇങ്ങോട്ട് വരുന്നേ
ഒരു കള്ളനെങ്കിലും ഇവിടെ കേറിയാ മതിയായിരുന്നു. എന്നിട്ട് വേണം രാധികച്ചിന് മുന്നിൽ ഒന്ന് എഴുതി നിൽക്കാൻ. ഈ ചെക്കന് ഉറപ്പില്ലേ? മാവോയിസ്റ്റുകളെ പാട്ടാണ് നട്ട പാതിരക്ക് ഓന്റെ തലമണ്ടൊക്കെ ഞാൻ കുത്തു. അല്ല മൂസക്കായെ, എന്താ ഈ മൗസോ? മാവോയിസ് അല്ല പാത്തോ, മാവോയിസോ. ഈ മാവോ എന്ന് പറഞ്ഞാല് ചൈനയില് വലിയൊരു കമ്മ്യൂണിസ്റ്റ് ഇനി വിപ്ലവം കൂടിയ കമ്മ്യൂണിസ്റ്റ്. തോക്കും ബോംബും ഒക്കെ ആയിട്ട് നാട് നന്നാക്കാൻ നടക്കുന്നവര്. ഇപ്പോ കേരളത്തിൽ ഇറങ്ങിയിട്ടെന്നാ കേക്കണേ. നിലമ്പൂര് വരെയൊക്കെ എത്തിക്കണം. തോക്കും പോകുമ്പോ ഉണ്ട്. ഓരതുകൊണ്ട് ഞമ്മളൊന്നും കാട്ടൂല, ഓരോരോ ബൈക്ക് പോയിക്കോളൂ. അല്ല പിന്നെ ഓന്തിനാ തോക്കും പോകുമ്പോ കൊണ്ടിരിക്കണേ? കാക്കയും തെളിക്കാനാ അതോ ഈച്ചാനാട്ടാനോ? ഞമ്മളെ നാട്ടിൽ തോക്കും ബോംബും കൊണ്ടുവന്നിട്ട് എന്താക്കാനാ പാത്തു? വയനാട്ടിലും നിലമ്പൂരൊക്കെ കാട്ടില് ഓരോ പോലീസ് കണ്ടിക്കണെന്നൊരു വിവരമുണ്ട്. പൊരയിലൊന്നും വരൂലല്ലോ പൈസ പിരിക്കാൻ. ഓന്റെ പാത്തോ ഒരു വിപ്ലവകാരികളാണ്. പൈസ വാങ്ങി പുട്ടടിക്കണ ഞമ്മളെ നാട്ടിലെ രാഷ്ട്രീയക്കാരല്ലോ. ചെക്കന് വീണ്ടും തുടങ്ങിക്കണല്ലോ പിരാന്ത്. ഓന്റെ മേലി ഏതോ തെലുങ്കം കുടിക്കണ്. ഇപ്പൊ തെലുങ്ക് പാട്ട് മാത്രമേ വെക്കണുള്ളൂ. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിട്ട് കിടക്കാൻ നോക്ക്. അല്ലാ എന്തൊരു ബഹളാണ്. അയ്യോ കുള്ളമാരി അല്ല കള്ളമാരി. ഇയല്ല പറഞ്ഞേ കള്ളന്മാര് പെരയില് വരുന്ന ഒരു അന്തസ്സാണെന്ന്. പോയി വായിലൊരുന്നടക്ക് ഇന്നൊരു ചായ ഉണ്ടാക്കി കൊടുക്ക്. നിങ്ങൾ കേക്ക് ഇത്ര പെട്ടെന്നൊന്നും വരുന്നു ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇന്നേരത്ത് വാതിൽ മുട്ടിയിട്ടൊക്കെയല്ലോ ഒരു വരല്. അത് കള്ളന്മാര് നെയ്ക്കൂല പാത്തോ. ഈ പോയി വായിലൊരുന്ന് കൊടുക്ക്. എനിക്ക് പെടിയങ്ങൾ തുറന്നു കൊടുക്കി. എന്താണ് പാത്ത് ഞങ്ങോട്ട് ഞാൻ പോവാ. ഇജ്ജ് അവിടെ നിന്നോ, ഞാൻ പോയിക്കോളാം. ഞാനും വരാ. MIT Musa, MIT Musa, MIT Musa, MIT Musa. ഇനി വല്ല കള്ളന്മാരും ആയിക്കോ. കള്ളന്മാരാണെങ്കിലേ ഇരുമ്പോൽക്കാൻ കൊണ്ട് നിങ്ങൾ തലക്കടിച്ച് മയ്യത്താക്കിയാലോ. പേടിപ്പിക്കല്ലേ പാത്തു. അതോ നിങ്ങൾ വലിയ ധൈര്യശാലി ആയിനല്ലോ. ധൈര്യമൊക്കെ ഞമ്മക്കുണ്ടേനി. ഈ പത്രം വായിച്ചിട്ട് ധൈര്യം ഉള്ള ധൈര്യം ചോർന്നു. ഇനി നാളെ മുതൽ പത്രം വായിക്കണ്ട. അപ്പൊ ധൈര്യം കൂടി വയ്ക്കൂലേ? നാളെ പത്രം വായിക്കങ്ങൾ ഉണ്ടായാലല്ലേ. പേടിപ്പിക്കല്ലേ പാത്തു. ഇനി മാവോയിസ്റ്റുകൾ തന്നെ ആയിക്കോ. ഏയ് ഓരെങ്ങനെ പെരയിൽ വന്ന് പിരിവൊന്നും നടത്തുന്നവരല്ല. നടക്കി അല്ലോ നിങ്ങക്കെന്താ മാണ്ടിയായി? അല്ല നിങ്ങള് കള്ളന്മാരാ? എന്താ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? അല്ല ഞമ്മളിതുവരെ കള്ളന്മാരെ കണ്ടില്ലല്ലേ മുസക്കയ്യേ. അതൊന്നും നേരിട്ട് അങ്ങ് ചോദിച്ചാ. അല്ല നട്ടപ്പാതിൽ കുറങ്ങാണ്ടിരിക്കണ കള്ളന്മാരാണല്ലോ. നാട് ചൂഷണം ചെയ്യപ്പെടുന്ന കണ്ടിട്ട് മനസാക്ഷിയുള്ള യുവാക്കൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. അത് നേരം പെലന്നിട്ട് പ്രതികരിച്ചാ പോരെ? പ്രതികരണത്തിന് നേരം കാലമൊന്നുമില്ല. ചൂഷണം കണ്ടാൽ അപ്പം പ്രതികരിക്കും. അത് ഞമ്മളിപ്പോ എന്ത് ചൂഷണം ചെയ്തിട്ടാ ഈ നട്ടപ്പാതിരിക്ക് ഉറക്കത്തിന് ഞമ്മള് വിളിച്ചുണർത്തിയേ? മൂസക്കായനെ തല്ലാനും കൊല്ലാനും ഒന്നും നിക്കല്ലേ. അത് വന്ന് നിങ്ങൾക്ക് മാറ്റി എന്താ ചേർത്തുണ്ടെങ്കിൽ ഇഞ്ചൊരു മോനും മോളുണ്ട്. ഓല എടുക്കരുത്. ഞങ്ങൾ കള്ളന്മാരല്ലെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ഒരു പുതിയ സമൂഹം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചു. ഈ സമൂഹമൊക്കെ നേരം പെലന്നിട്ടുണ്ടാക്കിയാ പോരെ? ഞങ്ങൾ തീരുമാനിച്ചിട്ടേ നേരം പുലർന്നാ മതി. ഒരു പുതിയ പുലരിക്ക് വേണ്ടിയാ ഞങ്ങളുടെ കാത്തിരിപ്പ്. പുലരുന്നവരെ ഇവിടെ കുത്തിരിക്കുന്നു. അല്ല ഈ പൊരേന്ന് ഇപ്പൊ നിങ്ങക്ക് എന്താ മാണ്ടിയേ? അരി വേണം ഒരു 5 കിലോയെങ്കിലും. അങ്ങക്ക് പീടിയെ പോയി മേടിച്ചാ പോരെ? ഞങ്ങൾക്ക് പീടിയെ പോവാൻ പറ്റൂല. കാട്ടിലാണ് വാസം. അല്ല 5 കിലോ അരി ഇവിടെ ഇതുവരെ വാങ്ങിയില്ല. മാണെങ്കിൽ ഒരു 2 കിലോ റസനരി 1 കിലോ ഗോതമ്പുണ്ട്. അത് തരാ. അല്ല ഇതൊക്കെ കൊണ്ടിട്ട് വിപ്ലവം നടത്താനാ? ഇത് വിപ്ലവം നടത്താനല്ല, ഞങ്ങൾക്ക് വിശപ്പടക്കാനാ. അല്ല നിങ്ങക്ക് നാട്ടിലിറങ്ങി ജനങ്ങളെ തമ്മാമല് കണ്ട് വിപ്ലവം നടത്തിക്കൂടെ? അപ്പൊ ഞങ്ങളെ പോലീസ് പിടിക്കും. പാവങ്ങളാ, അരിയും തുണിയൊന്നും ഇല്ലാണ്ട് നാട് നന്നാക്കാൻ നോക്കുന്നോല. ഇവിടെയുള്ള അരിയും ഗോതമ്പും ഒക്കെ എടുത്ത് ഞാൻ കൊടുക്കട്ടെ? തൊട്ടടുത്ത സ്റ്റേഷനിൽ എത്ര പോലീസുകാരുണ്ട്? എണ്ണീട്ടില്ല. ഇതുവരെ അവിടെ കയറേണ്ടി വന്നിട്ടില്ല. SIയുടെ താമസസ്ഥലം എവിടെയാ? ഇല്ല, അറിഞ്ഞൂടാ. പോലീസ് ഇടപെടാടുള്ള നസീബ് ഇക്കണ്ട കാലമായിട്ട് പഠിച്ചുണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ മൂന്നിക്ക് കാട്ടിന്ന് ഇറങ്ങി വന്നിട്ട് അരി അരിന്ന് വാങ്ങുക. വയനാട്ടിലും നിലമ്പൂരൊക്കെ നിങ്ങൾ ആൾക്കാർ കുറെ ഉണ്ടെന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചിരിക്കണം.
നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്, എല്ലാം തെറ്റുമാണ്. ഇത് നമ്മൾ എവിടെയോ കേട്ടിക്കണല്ലോ. നോക്കി എന്നും വന്ന അത് തരാണ്ടാവൂല കേട്ടോ. മീൻ വിറ്റ് കഴിയുന്ന പാവങ്ങളാ ഞങ്ങള്. നിങ്ങളെന്തോ നല്ല കാര്യത്തിൽ നടക്കുകയാണെന്ന് കേട്ടിക്കണ്. കുറച്ച് പഞ്ചാരയും വെച്ച് കിട്ടോ. നിങ്ങൾക്ക് ആർക്കും ഷുഗർ ഇല്ലല്ലോ? ചോദിക്കണ്ടേ? ഇല്ല, കൊടുക്കുന്ന ബുദ്ധി പോവും. നിങ്ങളെ തോക്കും പോകുമ്പോ ഒന്നുമില്ലേ? അതൊക്കെ ആവശ്യമുള്ളവർക്ക് പ്രയോഗിച്ച പരമങ്ങളെ. അരി ഇല്ലായിട്ടല്ലേ കുറച്ചുകൂടി കൊടുക്കാനോ. ആവേശിച്ചുള്ള ഇരന്ന് നടക്കല്ലേ. തോക്കും ബോംബും ഒക്കെ ഉണ്ടേ കാണാനും. ഹലോ ഹലോ ഹലോ, ആർക്കാടി നട്ടപ്പാതിരിക്ക് ഫോൺ ചെയ്യണേ? വയസ്സ് 16 കഴിഞ്ഞില്ല. അതിനു മുമ്പ് തുടങ്ങിയോളൂ നട്ടപ്പാതിരിക്കുള്ള ഫോൺ വിളി. മോൾ ആരെയാ വിളിക്കണ ഇന്നേരത്ത്? ആരെ വിളിക്കാനാ? ഓളെ വളയ്ക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഉണക്ക ചെക്കന്മാരേക്കും. അല്ലാണ്ട് മോളെ ഈ എങ്ങോട്ടാ ഫോൺ ചെയ്യുന്നെന്ന് പറയ്. പോലീസ്. പോലീസുകാരനെ എന്നെ വളയ്ക്കാൻ നടക്കണേ? വളയ്ക്കാനോ ഓടിക്കാനോ ഒന്നും അല്ല ഉമ്മ. പിന്നെ ഇവിടെ നടന്നത് എനിക്ക് ഇപ്പൊ പോലീസിനെ അറിയിക്കണം. ഇവിടെ ഇവിടെ എന്ത് നടന്നെന്നാ ഈ പറയണ മോളെ? മാവോയിസ്റ്റുകളെ ഇപ്പൊ ഇവിടെ കേറി വന്നത്. പോലീസ് നാളെ നമ്മളെ തെരഞ്ഞു വരും. മാവോയിസ്റ്റുകളെ സഹായിച്ചു എന്നും പറഞ്ഞു. ബിനായക് സെൻ എന്നൊരു ഡോക്ടറെ എത്രയോ കാലം തടവിലിട്ടിട്ടുണ്ട്. ഇക്കാര്യം പറഞ്ഞു. എന്തിനാ പത്തോ ഈ അരിയും പഞ്ചസാര എടുത്ത് ഓർക്ക് കൊടുത്ത് ആകെ കുലുമാലായില്ലപ്പോ. അതിന്റെ പേരിൽ ഇനി ഞമ്മളെ പിടിച്ച് ജയിലിടുവോ? ഉമ്മയല്ലേ കൊടുത്തത്, ഉമ്മാനെ പിടിച്ച് ജയിലിടും. ജാമ്യം കൂടി കിട്ടൂല. അതിന് ജാമ് കിട്ടിയില്ലെങ്കിൽ റൊട്ടിയെങ്കിലും ആടെ കിട്ടൂലേ? അതോ ജാമല്ല, ജാമ്യം. അല്ല, നേരത്തെ വിളിച്ചിട്ട് ഓര് ഇവിടെ വന്ന കാര്യം പറഞ്ഞേക്കാം. പിന്നെ ഞമ്മക്ക് തടി കഴിച്ചിലാക്കാലോ. ഉപ്പ ഓലോട് സംസാരിക്കുമ്പോ ഞാൻ പോലീസിനെ ട്രൈ ചെയ്തതാ, പക്ഷെ കിട്ടിയില്ല. ഓലെടുത്ത് മൊബൈൽ ജാമർ ഉണ്ടെന്ന് തോന്നുന്നു. ഓല് പോയപ്പോ കട്ട വന്നു. എനിക്കിപ്പോ അതല്ല പത്തോ. ഇഞ്ചിപ്പൊ ജയിലിൽ പോയാല് പെരയില് പണിയൊക്കെ ആരെടുക്കുന്ന ഞാൻ ആലോചിക്കും. അന്റെ ഇഷ്ടത്തിന് അത് ഊട്ടിക്ക് പോകുന്നല്ല. ഇത് പോലീസ് കോടതിയാണ്. ഒരു വിളിക്കുമ്പോ ചെല്ലണോ? സാർ പേടിക്കണ്ട, അവര് പോയി. ഉണ്ട്, ആയുധങ്ങൾ ഉണ്ടായിരുന്നു. കമ്പിപ്പാരം വടിയൊക്കെ. തോക്കും പോകുമ്പോൾ ഞങ്ങൾ കണ്ടില്ല. സാർ പേടിക്കണ്ട സാർ. വേണ്ട, ഇങ്ങോട്ട് ഇങ്ങനെ പേടിച്ചു വരണമെന്നില്ല. സാറിന്റെ പേടി കണ്ട ഞങ്ങൾ കൂടി പേടി കൂടും. ഉമ്മാക്ക് എന്തോ പറയാനുണ്ട്, ഞാൻ കൊടുക്കാം. ഇച്ചിരി അരിയും പഞ്ചാരയും കൊടുത്തീനു. അതിന്റെ പേരിൽ എന്നെ പിടിച്ച് ജയിലിടരുത്. നിങ്ങളും പേടിച്ചു കുത്തിരിക്ക, ഞങ്ങളും ഇവിടെ പേടിച്ചു കുത്തിരിക്ക. നേരം പാതിരിയല്ലേ, നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളി. ോടാണ് വർത്താനം പറയുന്നത്. ഞാൻ വിചാരിച്ചു വരേണ്ട മനുഷ്യന്മാരെ ഞാൻ ഉപ്പാ കൊടുക്കാം. ഞങ്ങൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഏതെങ്കിലും ഒരു മാവോയിസ്റ്റിനെ കൂടുതൽ കണ്ടോ, തിരിച്ചറിഞ്ഞോ? ഇല്ല സാറേ, ആ സമയത്ത് നമുക്ക് പേടിച്ചിട്ട് കണ്ണാൻ പറ്റുന്നില്ലേ? ഓ, എന്റെ അതേ അവസ്ഥയിലായി പോയല്ലേ. എന്നാലും പേടിച്ച് പോലീസുകാർക്ക് വെച്ച് പേടി കൂടുതലാട്ടത്. പോലീസിൽ റിപ്പോർട്ട് ചെയ്തോടെ നമ്മുടെ ഭാഗം സേഫായി. ആണുങ്ങൾ പൊരയിലും വന്നപ്പോ പേടിച്ചൊളിച്ച് കുത്തിരിക്ക. വന്നത് മാവോവാദികളല്ലേ ഉമ്മ? ഞാൻ പുറത്തു വന്നിരുന്നെങ്കിൽ ചിലപ്പോ അവലോടെ അങ്ങ് പോയാൻ. അതുകൊണ്ട് ഞാൻ സ്വയം കൺട്രോൾ ചെയ്ത് അകത്തിരുന്നതാ. എനിക്കും വിപ്ലവം നടത്തണം. സിനിമാ സാധ്യതയില്ലാത്ത കുടുംബത്തിൽ ജീവിതം ദുസ്സഹമാണ്. നീ പോടാർന്നേ. ഒരു കാര്യത്തിനും കൊള്ളാതെ ആണാന്ന് പറഞ്ഞ് നടക്കുന്നു. ആരെടാ പോയി ഒളിച്ചുത്തിരുന്നോ? അല്ലേ ഈ മാവോയിസ്റ്റ് വന്നിട്ട് ഞമ്മള് പോലീസുകാർ പിടിച്ചു അറിഞ്ഞോ? ഇന്നലെ നമ്മുടെ പെരയില് മാവോയിസ്റ്റുകൾ വന്നു. ബടായി പറയല്ലേ? ബടായിലെ സത്യാണ്. നട്ടപ്പാതിരക്ക് 3 മാവോയിസ്റ്റുകൾ നമ്മള് കുറച്ച് അരിയും പഞ്ചാരയും കൊടുത്ത് പറഞ്ഞയച്ചു. വയനാട്ടിലും നിലമ്പൂരിലൊക്കെ എത്തിയെന്ന് പത്രവാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ ഈ കോഴിക്കോട്ട് ഏത് കാട്ടിലാ അവരുടെ പാർപ്പ്? കാട്ടിലൊരു അരിയും പഞ്ചാരൊന്നും കിട്ടാനില്ലാന്ന് അങ്ങനെ വന്നതാ. നമ്മള് കുറച്ച് അരിയും പഞ്ചാരയെ കണ്ട് എടുത്തു കൊടുക്കാൻ ചാക്കണക്കിന് കെട്ടി വെച്ചിരിക്കുന്നു നിന്റെ വീട്ടില്. ഇല്ലായ്മേനെ കളിയാക്കരുത് കേട്ടോ. എന്റെ മൂസ, മാവോവാദികൾക്ക് നിന്നെപ്പോലുള്ള പാവങ്ങളുടെ അടുത്ത് വന്ന് അരി അരന്ന് വാങ്ങേണ്ട ഗതികേടുണ്ടോ? അവർക്ക് സർക്കാർ ജീവനക്കാരിന്നും ബിസിനസ്സുകാരിന്നും കോടികൾ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അവർ ആയുധങ്ങളും ആഹാരവും വാങ്ങുന്നത്.
മാവോയിസ്റ്റുകൾ പിടിമുറുക്കുന്നു എന്നൊക്കെ പോലീസുകാർ പറയുന്നതേ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാ. കാടും നാടും ഇളക്കാൻ മാത്രം കേരളത്തിലെവിടെയാ മാവോയിസ്റ്റുകൾ? അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതോ ഒരു മാവോയിസ്റ്റുകളല്ലേ? മൂസ, മനുഷ്യന്മാരെ തന്നെയല്ലേ നീ കണ്ടത്? ഈ മാവോയിസ്റ്റുകളും മനുഷ്യന്മാരല്ലേ? ആ 3-4 പേര് പട്ടീനെ തല്ലാൻ വടിയൊക്കെ ആയിട്ട് അതിന്റെ പിറകെ പോയി കാണും. അന്ന് ഒറീസയിലേക്ക് പ്രകൃതി വിഭവങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോഴാ മാവോവാദികൾ തോക്കെടുക്കാൻ തുടങ്ങിയത്. ഇവിടെ ഇപ്പൊ എന്തിനാ മാവോ വേട്ട നടത്തുന്നെന്ന് മൂസയ്ക്ക് മനസ്സിലായോ? ഇല്ല. കരിമണൽ പോലെ പ്രകൃതി വിഭവങ്ങളിൽ കോർപ്പറേറ്റ് കമ്പനികൾ കണ്ണു നട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതിന് ഇടതന്മാരും വലതന്മാരും സപ്പോർട്ടാ. എതിര് നിൽക്കുന്നത് വളരെ കുറച്ചു പേര് മാത്രം. അങ്ങനെ സമരം ചെയ്യുന്നവരെ ഒതുക്കാൻ വേണ്ടിയിട്ടാ ഈ മാവോയിസ്റ്റ് വേട്ടയൊക്കെ. അത് ശരി. മാവോയിസോ നക്സലിസോ ഒന്നും ഇനി ഈ നാട്ടിൽ വിളയില്ല. തല വെട്ടിയിട്ട് വിപ്ലവം ഉണ്ടാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ചെറുപ്പക്കാർക്ക് ഇപ്പൊ ബീവറേജിന് മുന്നിൽ ക്യൂ നിൽക്കാനേ നേരമുള്ളൂ. ഇവരാ വിപ്ലവം കളിക്കാൻ പോണ്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഒരാളെ പോലെ 7 പേരുണ്ട് മൂസക്ക. അല്ല അതുണ്ടാവും. ഞമ്മളെ പോലെ പേയാള് വേറെ ഉണ്ടാവും. നമ്മൾ തന്നെയല്ലേ. ഔസേപ്പേട്ടനും ബാലേട്ടനും ഞമ്മളെ കണ്ടാ മനസ്സിലാവുണ്ടോ? ഇന്നലെ രാത്രി പെരയിൽ വന്ന് അല്ലേ? അത് എന്നെ പോലെയുള്ള വേറെ ഏതൊരാള്. ഞാൻ എന്തിനാ നിങ്ങളെ പൊരയിൽ വരുന്നത്? സത്യാണോടാ? നീ ഇന്നലെ രാത്രി മൂസയുടെ വീട്ടിൽ പോയിരുന്നോ? പോയി. അത് സുഗുണേട്ടൻ പറഞ്ഞിട്ടാ. 2-3 ആളെ കൂട്ടി കുറെ വീട്ടിൽ കയറാൻ പറഞ്ഞു. എന്നിട്ട് ഓനേടെ വന്നല്ലോ. നാട്ടിലുണ്ട് സുഖമായിട്ട് അങ്ങനെ പോണു. നീ എന്തിനാ സുഗുണ 4-5 ചെറുപ്പക്കാരൻ നട്ടപ്പാതിരേക്ക് വീട് കയറാൻ പറഞ്ഞു വിട്ടത്? അത് ആ SI പറഞ്ഞിട്ട് വിട്ടാ. കള്ളന് കഞ്ഞി വെക്കുന്നവനായ SI. കഞ്ഞി വെക്കാൻ മൂപ്പർക്ക് അറിയില്ല. മൂപ്പർക്ക് ഷൂസിന്റെ ലേസ് ഇട്ടാൻ അറിയില്ല, പാന്റ് ഇട്ടാ കുടുക്കാൻ അറിയില്ല. ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്ന. പിന്നെ ഇവരാരും കള്ളന്മാരല്ല, മാവോയിസ്റ്റുകളാ. അല്ല മാവോയിസ്റ്റുകൾ. ഈ ചെക്കൻ ഇവിടെ വന്ന് ചായ കുടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. നട്ടപ്പാതിരാവുമ്പോഴേക്ക് ഇവനങ്ങ് മാവോയിസ്റ്റ് ആയോ? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. സുഗുണ, ഇജു എന്റെ SIയും തമ്മിലുള്ള കള്ളക്കളി ഞാൻ പൊളിക്കും. നിന്റെ അരിയും പഞ്ചാരയും കൊണ്ടുപോയത് മാവോക്കാരെല്ലാം ഒരു നല്ല കാര്യത്തിന് വെച്ചിട്ടാ കൊടുത്തത്. സുഗുണ, നിനക്ക് നേര് പറയുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഞാനിപ്പോ പത്രക്കാരെ വിളിക്കും. അതാ വേണ്ട പാലട്ടാ. പത്രക്കാരെ വിളിച്ച അവരിങ്ങ് വരും. അവര് സംഗതി വളച്ചൊടിച്ച് എഴുതുകയും ചെയ്യും. അതിനു മുമ്പ് സത്യം പറഞ്ഞു. വേഗം പറയടാ. പുലി വരുന്നേന്ന് 2 പ്രാവശ്യം പറഞ്ഞാലേ സ്വന്തം വീട്ടിൽ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ ആർക്കും പറ്റൂല. ദൂരമുള്ള വീട്ടിലേക്ക് ജീവനം കൊണ്ട് ഓടും. മാവോയിസ്റ്റുകൾ ഇറങ്ങിന്ന് കേട്ടാൽ കുറെ ആൾ ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിപ്പിക്കേണ്ട കുറെ സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ. അത് ശരി. അപ്പൊ ഭൂമി മുതലാളിക്ക് വേണ്ടി നാടൊഴിപ്പിക്കാൻ വന്നല്ലേ? SIന്റെ അടുത്ത് എന്തിട്ട് എനിക്ക് ജീവിച്ചു പോകാനുള്ള പൈസ, ഒരു ചായ കുടിക്കാനുള്ള പൈസ, നക്കിളൊക്കെ നക്കാപ്പിച്ചക്ക് പോണ സുഗുണ. ഡിഫൻസിനൊക്കെ ഉള്ളത് പോലൊരു ഫണ്ട് സ്റ്റേറ്റിനും ഉണ്ട് ഇതുപോലുള്ള ഭീഷണികളെ നേരിടാൻ. ആ കാശ് മാവോ ഭീഷണി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ചെലവഴിക്കണമല്ലോ. മൂസക്കാരന്റെ വീട്ടിൽ കയറിയാല് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞോളൂ എന്ന് സുഗുണേട്ടൻ പറഞ്ഞു. ഈ നാട്ടിലെ റേഡിയോ ആണല്ലോ മൂസക്ക. ആടാ, നമ്മള് റേഡിയോ അല്ല, ചാനലാണ്. ചാനല് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് വാർത്ത കേൾപ്പിച്ചാലും നമ്മള് നാട്ടുവാർത്ത. പാതിരാത്രിക്ക് ഉറങ്ങാണ്ടിരുന്നിട്ട് കിട്ടിയ വാർത്തയല്ലേ ഇപ്പൊ കാണിച്ചുതരാ. ഇന്നലെ എന്റെ കൂടെ എന്റെ പെരയിൽ വന്ന ബാക്കി 2 ആൾക്കാരുടെ പേര് വിവരമൊക്കെ പറയും. ഇങ്ങോട്ട് പറഞ്ഞൂട്. സുഗുണായിക്ക് വേണ്ട, ഓനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയടാ, ആ 2 ആളെ പേര് പറയും. പറയണോ? ഇങ്ങോട്ട് എണീക്കടാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അല്ല, ഞാന് എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച് കാണിച്ചുതരാം. ഇവിടെ നടക്ക് വരാതെ. MIT മൂസ, MIT മൂസ, MIT മൂസ, MIT മൂസ. ഡൽഹിയിൽ പുതുതായി ഭരണത്തിലേറിയ പാർട്ടി ആം ആദ്യത് 1930. അവിടെ വളരെ പഠിക്കുക. ആ ഫോണിൽ കുത്തിയിട്ട് നമ്മളെ SIനെ ഒന്ന് വിളിക്കുക. അയാൾ ഒരു പേടിത്തണ്ടനപ്പാ. നമുക്ക് വേറെ ആരെയും വിളിക്കാം. അയാളെ പേടിപ്പിക്കാനാണ്. മോളെ, ഒരു പേടിത്തൊണ്ട വേറെ പേടിത്തൊണ്ടനെ പേടിപ്പിക്കാ. ഒന്ന് അനങ്ങാണ്ടിക്ക് പാത്തുവോ? മോള് വിളിക്ക്. നിങ്ങള് പേടിപ്പിക്കണം. മിണ്ടല്ലേ. ഹലോ, SI സാർ അല്ലേ? നമ്മള് മൂസയാണ്, MIT മൂസ. ആ മീൻകാരൻ മൂസ തന്നെ. ഇന്നലെ മൂന്തിക്ക് നമ്മളൊന്ന് വിളിച്ചിനി. ഇപ്പൊ നമ്മള് വിളിച്ചതേ ഇന്നലെ മൂന്തിക്ക് നമ്മളെ വീട്ടിൽ വന്ന മാവോയിസ്റ്റുള്ള പേരും നാളൊക്കെ നമ്മള് ചാനലുകാർക്ക് കൊടുത്തിക്കണം. സാറ് ചാനലെന്ന് വെച്ചു നോക്കി. നമ്മളുണ്ടായിട്ടകത്ത് ഇനി മാതിരി പ്രശ്നവേഷ മത്സരം പാതിരാത്രിക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളെ നേരത്തെ വിളിച്ചൊന്ന് അറിയിക്കണേ. ശരി എന്നാല്. പേടിച്ചോ? പേടിച്ച്, ശരിക്കും പേടിച്ച്.
ഈ മണ്ണാപ്പേടി കൊലപ്പേടി എന്നൊക്കെ നമ്മൾ പണ്ടേ കേട്ടിക്കണ്. ഈ മാവോ പേടി എന്നുള്ള പേടി നമ്മുടെ അടുത്ത കാലത്തെ കേൾക്കണ്. ഇതൊക്കെ നമ്മളെ ഭരിക്കുന്നവർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണെന്ന് ഇന്നലെ മോദിക്കാൻ നമുക്ക് മനസ്സിലായത്. വെറുതെ നാട്ടുകാർ അതും പറഞ്ഞ് പേടിപ്പിക്കുകയെന്ന്. അതിന്റെ പേരിൽ കുറച്ച് ഫണ്ടും തട്ടിയെടുക്കുക. ഈ വയനാട്ടിലൊക്കെ പാവപ്പെട്ട ആൾക്കാരെ ഒഴിപ്പിച്ചിട്ട് അവിടെ വലിയ വലിയ കമ്പനികൾക്ക് വേരുന്ന മണ്ണുണ്ടായി കൊടുക്കുക. വല്ലാത്തൊരു കാലം തന്നെ കേട്ടത് അല്ലേ? സത്യല്ലേ ഞാൻ പറഞ്ഞേ? 10 തിരിച്ചിടാൻ നോക്കിയപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്ന്. ഓ, അപ്പൊ ഗ്യാസ് തീർന്നോണ്ടാക്കി ഇങ്ങനെ ഉറഞ്ഞു തുള്ളണേ. ഞമ്മള് വലിയ കഷ്ടത്തിലൊക്കെയാണ്. ആ വെളുത്ത പേരിൽ ഒരു പണി കിട്ടിയാല്. ഏത് പേരല്? വൈറ്റ് ഹൗസിലേ. ഓളുമ്മക്ക് പ്രാന്താണെന്നില്ലേ? പ്രാന്ത് മൂത്ത് ഞമ്മളിവിടെ ഗ്യാസ് ഉണ്ടാക്കുന്നില്ലേ? അതുങ്ങളെയും കുട്ടികളെയും പള്ളലല്ലോ. നോക്കിക്കോ അങ്ങോട്ട് മാറ്. എങ്ങേ തെക്കിനെ തുറന്ന മോളെ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം, ഇടിവെട്ട് തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ. അയ്യോ വെറും പാവം ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം. മുടങ്ങതുപോൽ നടുവൊടിഞ്ഞവനും കുമ്പാള പരുവത്തിലായി. പാവം കൂനിന്മേൽ കുരുപോലായി. കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി. ശനിയുടെ ശകടവുമായി ഇവൻ പല വഴി അലയുകയായി. പാപി ചെല്ലുന്നൊരിടമോ പാതാളം പോലെ അടവുകൾ മിനുക്കി തട്ടിത്തപ്പും അതിശയൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം. അരവയർ നിറക്കാൻ കുടുകുടു ശകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ. അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ. ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പും അതിശയൻ MIT മൂസ, ഇവൻ MIT മൂസ, MIT മൂസ.